ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റാങ്കിങ് ടെസ്റ്റാണ്, സ്ഥാനനിർണയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് ഇത്, റാങ്കിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സ്ഥാനം നിർണ്ണയിക്കുക. ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു ഏതെങ്കിലും ഒരു എക്സാമിൽ ആളുകൾക്ക് കിട്ടിയ റാങ്കുകൾ ഈ എന്താ പറയുക മുമ്പിൽ നിന്നും, അതായത് ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിൽ നിന്നും ഓരോ പൊസിഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്രൂപ്പിൽ അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളുണ്ടായിരിക്കും, ഒരു ലൈൻ ആകാം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആകാം, അല്ലെ, എക്സാമിലെ റാങ്ക് ഹോൾഡേഴ്സ് ആകാം. ഇങ്ങനെ പല കാര്യങ്ങളും ചേർത്ത് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ ഒരു വരിയിൽ ഇത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇത്ര റാങ്ക് ഹോൾഡേഴ്സ് ഒരു ഗ്രൂപ്പിലുണ്ട്, അതിലൊരാളുടെ പിറകിൽ നിന്നുള്ള സ്ഥാനം ഇത്രയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാനുണ്ട്. അതൊരു എന്താ പറയുക, ഒരു ലോജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ എബിലിറ്റി കൂടിയാണ്. അപ്പം അത്തരം ക്വസ്റ്റ്യൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് യൂസ്ഫുൾ ആകുക. റാങ്കിങ് ടെസ്റ്റാണ്, സ്ഥാനനിർണയം. അപ്പം ഇതിനകത്ത് അധികം ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാനുള്ളൂ. മുമ്പിൽ നിന്നുള്ള സ്ഥാനം എത്രയാന്ന്, അല്ലെങ്കിൽ പിറകിൽ നിന്നുള്ള സ്ഥാനം എത്രയാ, അതിന് ഒരു ചെറിയ ഇക്വേഷൻ, ആ ഇക്വേഷൻ വെച്ച് ഫോം ചെയ്ത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അത് ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ലോജിക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ വഴി നമുക്കൊന്ന് തുടങ്ങാം. അതായത് റാങ്കിങ് ടെസ്റ്റിൽ എത്രാമത്തെ പൊസിഷൻ തരികയാണ്, അതായത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. മുമ്പിൽ നിന്നും പിറകിൽ നിന്നും ഇത്ര പൊസിഷൻസ് തന്നിട്ടുണ്ടാകും. അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ആളുകളെ നമുക്ക് ആ വരിയിലായാലോ റാങ്ക് ഹോൾഡേഴ്സ് തന്നെ അങ്ങനെ തന്നെയാണല്ലേ, 1, 2, 3 അങ്ങനെ നമ്മൾ റാങ്ക് പോകുക. അപ്പോൾ പിറകിൽ നിന്നും മുമ്പിൽ നിന്നുള്ള റാങ്കുകൾ തന്നിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ പിറകിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കാം, മുന്നിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കാം. ഇത്രയുമാണ് അതിനകത്ത് ബേസിക് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അത് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിൽ, മത്സര പരീക്ഷകളിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ വഴി അതിൻ്റെ എങ്ങനെയായിരിക്കും, അത് ചെറിയ എക്സാമ്പിൾ എന്ന് പറയാൻ കാരണം, ഞാനിപ്പോൾ എന്താ പറയുക, 10 കുട്ടികളെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മൾ നിർത്തിയേക്കാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10 10 സ്റ്റുഡൻസിനെ ഇങ്ങനെ നിർത്തിയേക്കാണെന്ന് വിചാരിക്കാം. ഈ 10 കുട്ടികൾക്കും ഓരോ പൊസിഷൻ ഉണ്ടല്ലോ. അതായത് ഫ്രണ്ടിൽ നിന്ന്, ഇതാണ് റോയിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ അസംബ്ലിക്ക് നിർത്താനൊക്കെ കുട്ടികളെ ഇങ്ങനെ എന്താ പറയുക, ഹൈറ്റ് വൈസ് ഒക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തും. സോ ദ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആള്, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആള്, അതാണ് മുന്നിൽ നിന്ന്. ഇത് പിറകിൽ നിന്ന്, ഇത് താഴെ ബാക്കിൽ നിന്ന് ഏറ്റവും ആദ്യം നിൽക്കുന്നത് ഈ 10ാമത്തെ നമ്പറുള്ള കുട്ടിയാണ് എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത് നിൽക്കുന്ന കുട്ടി ഇതാണ്, 1 എന്ന നമ്പറുള്ള കുട്ടിയാണ്. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് കാണിക്കുന്ന ഒരു ചെറിയ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ ഞാനിവിടെ 4th കുട്ടീനെ അടയാളപ്പെടുത്തിയേക്കാണ്. ഈ 4th കുട്ടി, ഈ 4th സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇയാളുടെ ഈ 4th സ്റ്റുഡന്റിന്റെ കുട്ടിയുടെ മുന്നിൽ നിന്നുള്ള, ഫ്രണ്ടിൽ നിന്നുള്ള ആ കുട്ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 4th പൊസിഷനാണ്, 4ാമത്തെ പൊസിഷനാണ് ഈ കുട്ടിക്ക് എവിടെയുള്ളത്, ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. ഇനി ബാക്കിൽ നിന്ന് നോക്കുമ്പോഴോ അതിന് അയാൾക്ക് എത്രാമത്തെ സ്ഥാനമാണ്, 1, 2, 3, 4, 5, 6, 7ാമത്തെ പൊസിഷനാണ്. ബാക്ക്വേർഡ്സ് ആണെങ്കിൽ 7th പൊസിഷനിലും, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ 4th പൊസിഷനിലുമാണ് ആ കുട്ടിയുടെ സ്ഥാനം. ഈ പർട്ടിക്കുലർ കുട്ടിയുടെ പേര് നമുക്ക് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്, എക്സ് പൊസിഷൻ ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദ റോയിന്റെ ഫ്രണ്ടിൽ നിന്ന് 4ാമത്തെ പൊസിഷനും, ബാക്ക്വേർഡ്സിൽ നിന്നും ആ കുട്ടിക്ക് എക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 7th പൊസിഷനാണ്. ആൻഡ് ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് റോ, നോക്കിയാൽ നിങ്ങൾ അതിനകത്ത് ആകെ കുട്ടികൾ, ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 10 എന്നാണെന്ന്, അല്ലെ, മൊത്തം 10 കുട്ടികളാണ്. ഇത് നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ മുമ്പിൽ നിന്ന് 4ാമത്തെ സ്ഥാനം, പിറകിൽ നിന്ന് എന്താണ് 7ാമത്തെ സ്ഥാനം. എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്, 10 കുട്ടികളാണുള്ളത്. ഇത് നമുക്കൊരു എന്താ പറയുക, ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇപ്പൊ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ, മുന്നിൽ നിന്നുള്ള പൊസിഷൻ, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ആസ് എം എന്ന് തന്നിരിക്കുന്നു എന്ന് വിചാരിക്കാം. ആൻഡ് ഫ്രണ്ട് പൊസിഷനിലെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്, ഫ്രണ്ട് പൊസിഷനിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് എമ്മും, അതുപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ എന്ന് പറയുന്നത് എന്നുമാണെങ്കിൽ, ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഓർ സ്റ്റുഡൻസ്, അതിനകത്ത് ആകെ ആളുകളാകട്ടെ, വ്യക്തി എന്താ പറയുക, കൊച്ചുകുട്ടികളാകട്ടെ, അല്ലെങ്കിൽ തിങ്സ്, അത് നമുക്ക് വസ്തുക്കളും ഇങ്ങനെ നിരത്തി വെക്കാമല്ലോ റോ അനുസരിച്ച്.
ആണെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര പൊസിഷൻ? 4 അപ്പൊ 4ഉം അപ്പൊ അതായത് ഇവിടെ എം എന്നാണ് നമ്മൾ ഇപ്പൊ ഡിനോട്ട് ചെയ്യുക. ഒരു ലെറ്റർ കൊണ്ട് റിപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 4th പൊസിഷനെ നമ്മൾ എം എന്ന് റിപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ ബാക്കി എന്നുള്ള പൊസിഷൻ അത് എത്രയായിരുന്നു? 7. അതിന് പകരം ഇവിടെ ഞാൻ n കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. സോ നമുക്ക് നോക്കാം ആ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ശരിയാവുമെന്ന്. മുമ്പിൽ നിന്നുള്ള പൊസിഷൻ 4 ആണ്. 4 പ്ലസ് താഴെ നിന്നുള്ള പൊസിഷൻ ബാക്ക്വേർഡിൽ നിന്നുള്ള പൊസിഷൻ 7th ആണ്, 7ാമത്തെ പൊസിഷനിലാണ്. 4ഉം 7ഉം കൂടി കൂട്ടുന്നു, 1 കുറയ്ക്കുന്നു. 11 മൈനസ് 1 ദാറ്റ് ഈസ് ടോട്ടൽ ആളുകൾ കുട്ടികൾ ആ ഒരു റോയിൽ നിരന്ന് നിൽക്കുന്നത് 10 കുട്ടികളാണ്. അപ്പൊ ആ തന്നിരിക്കുന്ന പൊസിഷൻസ് നമ്മൾ ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന പൊസിഷൻസ് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുമുള്ള പൊസിഷൻസ് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസറിൽ നിന്നും 1 മൈനസ് ചെയ്താൽ വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ് ഓർ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. ആ ഒരു റോയിൽ ആ ഒരു റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റിലോ അല്ലെങ്കിൽ പൊസിഷൻസിന്റെ ലിസ്റ്റിലോ വന്നിരിക്കുന്ന ആകെ ആളുകളുടെ എണ്ണം നമുക്ക് കിട്ടും. ഇനി മറ്റൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിൽ നിന്ന് ഇപ്പൊ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ടാവും. ഇപ്പൊ 10 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷനിലെ കുട്ടികളുടെ എത്രാമത്തെയാണ് ആ കുട്ടിയുടെ പൊസിഷൻ? ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷനോ അല്ലെങ്കിൽ ബാക്കിൽ നിന്നുള്ള പൊസിഷനോ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതേ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട്, അപ്പൊ ടോട്ടലിന്റെ സ്ഥാനത്ത് ആ എണ്ണം കൊടുക്കാം. അതുപോലെ ഫ്രണ്ടിൽ നിന്നുള്ള ആളുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷനാണ് തന്നേക്കണേ. എമ്മിന്റെ സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ എമ്മിന്റെ സ്ഥാനത്ത് അത് കൊടുക്കുക. എന്നിട്ട് ബാക്കി n നമുക്ക് തന്നിട്ടില്ല. സോ nth പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ബാക്കി നിന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് വാല്യൂ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ആ പൊസിഷനിൽ ബാക്കി നിന്നുള്ള പൊസിഷനോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷനോ നമുക്ക് കിട്ടും. സെയിം ഇക്വേഷൻ. ഇനി വേറെ സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, ടോട്ടൽ സംഖ്യയിൽ നിന്ന് എം മുമ്പിൽ നിന്നുള്ള പൊസിഷൻ സംഖ്യ എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കുറച്ചതിന് ശേഷം കിട്ടുന്ന ആൻസറിലൂടെ +1 ചെയ്യാം. -1 ആണ്, അത് +1 ആണ്. കാരണം എന്താണെന്ന് ഈ ഇക്വേഷൻ ഒന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്താണ്. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. m + n -1 അല്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്ത് n കാണണം എന്ന് വിചാരിക്കാം. n ആണ് നമുക്ക് കാണണ്ടേ എന്ന് വിചാരിക്കാം. നമുക്ക് ടീന്റെ അടുത്തേക്ക് ഈ +m നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്താകും? -m ആകും. ഇനി -1 ഉണ്ട്, അത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും? +1 ആകും. കണ്ടോ? അപ്പൊ n എന്ന് പറയുന്ന ബാക്കി നിന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടും. അപ്പൊ n കാണണമെങ്കിൽ ടീയുടെ അടുത്തേക്ക് m ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ +1 എന്നുള്ളത് -m ആയി, -1 എന്നുള്ളത് +1 ആയി. അപ്പൊ അത് നമുക്ക് ടിയിൽ നിന്ന് m കുറച്ച് അതിന്റെ കൂടെ n1 കൂട്ടിക്കഴിഞ്ഞാൽ n എന്ന് പറയുന്ന പൊസിഷനിൽ ആ ഒരു കിട്ടും. അതുപോലെ m ആണ് മിസ്സിംഗ് എങ്കിലോ, m കാണണമെങ്കിലോ, അപ്പൊ നമുക്ക് ഇവിടെ m ഇവിടെ തന്നെ നിർത്താം. ടിയുടെ അടുത്തേക്ക് +n കൊണ്ടുവരും. അപ്പൊ -n ആകും. എന്നിട്ട് -1 എന്നുള്ളത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ പറയാ +1 ആകും. അപ്പൊ m എന്ന് പറയുന്ന പൊസിഷനും കിട്ടും. അതായത് ഫ്രണ്ടിൽ നിന്ന് ഉള്ള പൊസിഷൻ എത്രയാണെന്നും കിട്ടും. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് അതിന്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആ ഒരു ലോജിക്ക് വന്നത് ഇങ്ങനെയാണ്. ഇത് ബോളിൽ നിന്ന് വരുന്ന പൊസിഷനും താഴെ നിന്ന് വരുന്ന പൊസിഷൻ ഞാൻ തന്നിരുന്നു നിങ്ങൾക്ക്. 4th പൊസിഷനിലാണ് ഫ്രണ്ടിൽ നിന്ന്. താഴെ നിന്നുള്ള പൊസിഷൻ 7th ആയിരുന്നു. അങ്ങനെ നമ്മൾ വെച്ച് നോക്കി നമുക്ക് തന്നിരുന്ന ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആയിരുന്നു. അതെങ്ങനെ കിട്ടാമെന്നാണ് നമ്മളിപ്പോൾ അതിന് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തത്. m എന്ന് പറയുന്നത് മുൻപിൽ നിന്ന്, മുകളിൽ നിന്ന്, മുമ്പിൽ നിന്ന്, ഫസ്റ്റ് റാങ്കിൽ നിന്ന് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു പൊസിഷനും താഴെ നിന്ന്, ബാക്ക്വേർഡ്സിൽ നിന്ന്, ഡൗൺവേർഡ്സിൽ നിന്ന് അങ്ങനെയൊക്കെ പറയും. എന്താ പറയുക, റാങ്ക് ഹോൾഡേഴ്സിന്റെ പിറകിൽ നിന്ന് എന്നൊക്കെ വരികയാണെങ്കിൽ അതും നമുക്ക് n എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ m + n -1 ചെയ്താൽ മതി. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇക്വേഷനും അതെങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. മുമ്പിൽ നിന്നുള്ളതും താഴെ നിന്നുള്ളതും ആ പൊസിഷൻസ് കൂട്ടുക. നമ്മൾ പൊസിഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇത് 5 ഫിംഗേഴ്സ് ആണ് അല്ലേ? 5 ഫിംഗേഴ്സ് ആണ്. നമ്മൾ ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ 1 2 3 4 5 എന്ന് പറയും നമ്മൾ ലാസ്റ്റത്തെ ഫിഗറിന് അല്ലേ? പക്ഷെ നമ്മൾ റിവേഴ്സ് എണ്ണുകയാണെങ്കിലോ 10 9 8 7 6 കണ്ടല്ലോ. പൊസിഷനിൽ 1 എന്തായിരിക്കും? കൂടുതലായിരിക്കും ബാക്ക്വേർഡ്സിൽ നിന്ന് എണ്ണുമ്പോൾ. അപ്പൊ നോക്കുക, അപ്പൊ 7th പൊസിഷൻ തന്നു. നമ്മൾ അതിന് കണ്ടുപിടിക്കാനായിട്ട് ആ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം, -1 ചെയ്യാം. സെയിം ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് ബാക്ക്വേർഡ്സിലെ പൊസിഷനോ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിലെ പൊസിഷനോ ഏത് വേണമെങ്കിലും നമുക്ക് സെയിം ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ.
ഇക്വേഷൻസ് തന്നെ ഉപയോഗിച്ച് ചെയ്യണമെന്നൊന്നും നമുക്ക് ഇക്വേഷനൊന്നും നമുക്ക് സൊല്യൂഷനിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് അത്രയും ചെയ്യേണ്ടുള്ളൂ. ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻസും ബാക്കിൽ നിന്നുള്ള പൊസിഷനും ആഡ് ചെയ്യാം, -1 ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് എ എന്ന് പറയുന്ന ആളുടെ സ്ഥാനം, ദ പൊസിഷൻ ഓഫ് എ, പൊസിഷൻ ഓഫ് എ ഫ്രം ഫ്രണ്ട്, മുമ്പിൽ നിന്ന്, ഈസ് 16th and from backwards is 18th. So what is the total number? Number of persons. ആ ഒരു എന്താ പറയുക, പൊസിഷൻസിൽ 16ാമത്തെ പൊസിഷൻ ഫ്രണ്ടിൽ നിന്നും, എ എന്ന് പറയുന്ന ഒരാളുടെ പൊസിഷൻ ഫ്രണ്ടിൽ നിന്ന് 16ാമത്തെയും ബാക്കിൽ നിന്ന് 18ാമത്തെയുമാണ്. ബാക്കിൽ നിന്ന് അയാൾ 18ാമത്തെ ഒരു ലൈനിൽ നിൽക്കുകയാണ്, ക്യൂവിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എ എന്ന് പറയുന്ന ആള് 16ാമത്തെ പൊസിഷനിലും ബാക്കിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ ഹീസ് ഇൻ ദ 18th പൊസിഷൻ, 18ാമത്തെ പൊസിഷനിലുമാണ് എങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റോ ഓർ ക്യൂ? ആ ക്യൂവിൽ അയാളുടെ സ്ഥാനം എന്താ പറയുക, ആകെ എത്ര ആളുകളാണ് ആ ഒരു ഗ്രൂപ്പിനകത്തുള്ളത് അല്ലെങ്കിൽ ആ റോയിനകത്തുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ, ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞു ഇക്വേഷൻ ഇതാണ്. m+n-1 ഇക്വേഷൻ ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടിയാൽ മതി. ഏതൊക്കെ 16ഉം 18ഉം ആണ് സ്ഥാനങ്ങൾ തന്നിരിക്കുന്നത്. ആ രണ്ട് സ്ഥാനങ്ങളും തമ്മിൽ ആഡ് ചെയ്യുക, -1 ചെയ്യുക. 16ഉം 18ഉം കൂട്ടിക്കഴിഞ്ഞാൽ 34 ആണ് അല്ലെ. 34 - 1 ദാറ്റ് ഈസ് 33 ആളുകളാണ് ആ ഗ്രൂപ്പിലുള്ളത് എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ട് എന്താ പറയുക പൊസിഷനിലുള്ള ആളുകളുടെ എണ്ണങ്ങൾ, പൊസിഷൻസ് തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് 1 - ടോട്ടൽ ആളുകളുടെ എണ്ണം നമുക്ക് കിട്ടും. ഇനി ഏതാ പറഞ്ഞത്, ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. അനു ഗോട്ട് 20th റാങ്ക് ഇൻ ആൻ എക്സാം. ഒരു എക്സാമിൽ അനുവിന് 20ാമത്തെ റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ടോട്ടൽ റാങ്ക് ഹോൾഡേഴ്സ് ഇൻ ദാറ്റ് എക്സാം ഈസ്, ആ റാങ്ക് ടോട്ടൽ നമ്പർ ഓഫ് റാങ്ക് ഹോൾഡേഴ്സ് ഇൻ that exam is 60. What is Anu's position from backward? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് അനുവിന് ഒരു എക്സാമിൽ, ഒരു പർട്ടിക്കുലർ എക്സാമിൽ 20ാമത്തെ റാങ്കാണ് എന്ന് വെച്ചാൽ 20ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ദ ഫ്രണ്ട്, അതായത് മുകളിൽ നിന്ന്. ഒരാൾക്ക് 20ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ബാക്കിൽ നിന്നാണെന്ന് വിചാരിക്കില്ല, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, എടുത്ത് പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫ്രം ദ ഫസ്റ്റ് പൊസിഷൻ, 1ാമത്തെ പൊസിഷനിൽ നിന്ന് അനുവിന് കിട്ടിയിരിക്കുന്ന റാങ്ക് 20 ആണ്. ആൻഡ് ടോട്ടൽ റാങ്ക് ഹോൾഡേഴ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ എക്സാം ഈ 60. ആ ഒരു എക്സാമിൽ മൊത്തം ആളുകൾ റാങ്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആകെ ആളുകളുടെ എണ്ണം 60 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അനുവിന്റെ ബാക്ക്വേർഡിൽ നിന്നുള്ള, പിറകിൽ നിന്നുള്ള അനുവിന്റെ സ്ഥാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. T is equal to m+n-1. ഫ്രണ്ടിൽ നിന്നുള്ള ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്, m ആണ് നമുക്ക് തന്നേക്കണേ 20. ടോട്ടൽ നമ്പർ ഓഫ് റാങ്ക് ഹോൾഡേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ടിയുടെ സ്ഥാനം നമുക്ക് 60 കൊടുക്കാം. ഈക്വൽ ടു m എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്, +n-1. ഈ +n ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഫ്രം ദ ബാക്ക്വേർഡ്, പിറകിൽ നിന്നും അനുവിന്റെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, n ആണ് കണ്ടുപിടിക്കേണ്ടത്. n അവിടെ നിർത്താം. നമുക്ക് 60 +20 ഇങ്ങോട്ട് വരുമ്പോൾ -20 ആകും, -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 ആകും അല്ലെ. അപ്പൊ നമുക്ക് n എന്ന് പറയുന്നത് കിട്ടും. n ഈസ് ദ പൊസിഷൻ ഫ്രം ബാക്ക്വേർഡ്, ബാക്കിൽ നിന്നുമുള്ള അനുവിന്റെ സ്ഥാനമാണ് നമുക്ക് കിട്ടുന്നത്. 60ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 40. 40 + 1 41 ആണ് 60, എന്താ പറയുക, നമ്മുടെ അനുവിന്റെ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ n എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 41 ആണ്. 41st പൊസിഷനിലാണ് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ അനുവിന്റെ പൊസിഷൻ.
ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് സെയിം ഇക്വേഷൻ ആണ്, വേറെ ഇക്വേഷൻ നമ്മൾ ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ടോട്ടൽ കാണാനുള്ള ഇക്വേഷനിൽ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, -1 ചെയ്യുക. അതിനകത്ത് തന്നെ ടോട്ടൽ നമ്പർ കൊടുത്തു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പൊസിഷൻ ബാക്കിൽ നിന്നാണെങ്കിൽ ബാക്കിലത്തെ പൊസിഷൻ കൊടുക്കുക, ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ആ പൊസിഷനും കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, -1 ആ ഇക്വേഷൻ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ എമ്മോ ബാക്കിൽ നിന്നുള്ളതോ അതുപോലെ തന്നെ എൻ ഫ്രണ്ടിൽ നിന്നുള്ളതോ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ഇക്വേഷൻ ആണ്. കിട്ടിയല്ലോ? അപ്പോൾ ഇത് റാങ്കിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് സാധാരണഗതിയിൽ കാണാറുള്ള ചില ചോദ്യങ്ങളാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പൊസിഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കാണാൻ പൊസിഷൻസ് ആഡ് ചെയ്യുക, -1 ചെയ്താൽ ടോട്ടൽ കിട്ടും. ഇനി ടോട്ടൽ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പൊസിഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്ന പൊസിഷൻ മൈനസ് ചെയ്യുക ടോട്ടലിൽ നിന്ന്, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ്. ഇനിയും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചോദിക്കാൻ, അതായത് നമ്മളെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ പൊസിഷൻസ് ഒക്കെ തന്നിട്ട് അതും ഇതുപോലെ തന്നെ ഒരു ലോജിക്കൽ ടെസ്റ്റ് ആണ്. അത്തരം ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അതായത് ചോദ്യം ഇതാണ്: there were 5 people sitting round a table. ഒരു ടേബിളിന്റെ ചുറ്റുമായിട്ട് ആളുകൾ ഇരിക്കുകയാണ്. 5 ആളുകളാണ് ഉള്ളത്. ടു ദ റൈറ്റ് ഓഫ് എ പി സിറ്റ്സ് ഇൻ ദ സെക്കൻഡ് പൊസിഷൻ. ബി സിറ്റ്സ് ഇൻ ദ സെക്കൻഡ് പൊസിഷൻ ഉണ്ട് അവിടെ. ആൻഡ് സി സിറ്റ്സ് left to B. C sits left to B in third position. Third ആണ് കേട്ടോ, third. And again ചോദ്യം ഡിയുടെ വലതുഭാഗത്ത് രണ്ടാമതായി and to D E on the right of D in second position. Who is between A and B? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് ഹു ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഇടയിൽ ആരാണ് എന്നാണ്. അതായത് ഒരു റൗണ്ട് വട്ടമേശ സമ്മേളനം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു വട്ടത്തിലുള്ള ഒരു ടേബിളിന്റെ ചുറ്റും 5 ആളുകൾ ഇരിക്കുകയാണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ഇവിടെ പൊസിഷൻ പലരുടെയുമാണ് തന്നേക്കണേ അല്ലെ, പലരുടെയും പൊസിഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, കൃത്യമായിട്ട് ഇത്രാമത്തെ പൊസിഷൻ എന്ന് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, 2ാമത്തെ 3ാമത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പൊസിഷൻസിൽ നമുക്ക് ഒരു എണ്ണം കൃത്യമായിട്ട് 2 ആളുകളുടെ പൊസിഷൻ അല്ലെങ്കിൽ ഒരാളുടെ പൊസിഷൻ ഒന്നും അല്ല തന്നേക്കണം. ഇവിടെ 2-3 പേര് ഒരുമിച്ച് വന്നിട്ടുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുടെ, അപ്പോൾ 5 പേരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫിഗർ വരച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം അല്ലേ. നമുക്കൊരു ഫിഗർ വട്ടത്തിലായതുകൊണ്ട് വട്ടത്തിൽ തന്നെ വരയ്ക്കാം. ആൻഡ് ഇതിനകത്ത് 5 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് 5 മാർക്ക് ചെയ്യണം, ഏജ് മാർക്ക് ചെയ്യാം. ഒരു 5 മാർക്ക് അത് ചെയ്യാം. 1 2 3 4 5 മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി എയുടെ കാര്യമാണ് തുടങ്ങിയേക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരെണ്ണം എ കൊടുത്തു. എ എന്ന് പറയുന്നതിന്റെ റൈറ്റിലായിട്ട് ബി സിറ്റ്സ് ഇൻ ദ സെക്കൻഡ്. എയുടെ വലതുവശത്ത് 2ാമത്തെ പൊസിഷനിൽ, 1ാമത്തെ സ്ഥാനത്തല്ല, 2ാമത്തെ പൊസിഷനിൽ ബി ഇരിക്കുന്നു. ആൻഡ് സി സിറ്റ്സ് ലെഫ്റ്റ് ടു ബി ഇൻ ദ തേർഡ്. സി എന്ന് പറയുന്നത് ബിയുടെ ഇടതുവശത്താണ്, ഓൺ തേർഡ് പൊസിഷനാണ്. ഇവിടെ 1 2 3ാമത്തെ പൊസിഷൻ ഇവിടെയാണ് നമ്മുടെ സി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 5 പേരാണ് വട്ടത്തിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യാണ്. അപ്പൊ ബി എന്ന് പറയുന്ന ആളുടെ ഇടതുവശത്ത് തേർഡ് പൊസിഷൻ. ഇടതുവശം എന്ന് പറയുമ്പോൾ നേരെ ഇടതുവശത്ത് ഇപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്, അവിടെ ഒരാളില്ല, പക്ഷെ അത് വരും. അപ്പൊ നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ തേർഡ് പൊസിഷനിലും ആണെന്നാണ് സിയുടെ സ്ഥാനം. 1 2 3ാമത്തെ പൊസിഷനിലാണ് സി ഇരിക്കുന്നത്. ആൻഡ് ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഡി. ഇ എന്ന് പറയുന്നത് ഡിയുടെ ഇടതുവശത്താണ്. ഇടയ്ക്ക് ഇതിന്റെ അവിടെ നിന്ന് ഒരു ഡിയും കൂടി ഉണ്ട്. സി സിറ്റ്സ് ലെഫ്റ്റ് ടു ഡി സിറ്റ്സ് റൈറ്റ് ടു സി ആണ്. അതായത് സി എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ അവിടെ അതുണ്ട് കേട്ടോ. അപ്പൊ ഡി ഒരെണ്ണം കൂടി ഉണ്ട്. ഡി സിറ്റ്സ്
റൈറ്റ് ടു സി ഓൺ സെക്കൻഡ് പൊസിഷനിൽ ഒരു സെന്റൻസ് അവിടെ നിന്ന് പോയതാണ്. അപ്പൊ ഡി സിറ്റ്സ് റൈറ്റ് ടു സി. ഡി എന്ന് പറയുന്നത് സിയുടെ രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ റൈറ്റ് ആണ്, വലതുവശത്ത്. അപ്പൊ സിയുടെ അവിടെ നിന്ന് 1, 2 രണ്ടാമത്തെ വശത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഡി എന്ന് പറയുന്നത്. ലാസ്റ്റ് ആളാണ് ഇ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഡി ഇൻ സെക്കൻഡ്. ഡിയുടെ റൈറ്റ് സൈഡിൽ സെക്കൻഡ് പൊസിഷനിൽ ആരിയ്ക്കുന്നു? ഇ ഇരിക്കുന്നു. അപ്പൊ ക്ലിയർ ആയില്ലേ? നോക്കുക, അവിടെ നിന്ന് ഒരു ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് പോയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതെല്ലാം ഇൻഫോർമേഷൻസ് ഒക്കെ ആ റൗണ്ട് ടേബിൾ ആയതുകൊണ്ട് റൗണ്ട് വരച്ചിട്ട് നമ്മൾ അതിനകത്ത് 5 പോയിന്റ്സ് മാർക്ക് ചെയ്തു. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഓരോരുത്തരുടെയും സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എന്താണ് ഹു ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? എയുടെയും ബിയുടെയും ഇടയിലിരിക്കുന്ന ആൾ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എയുടെയും ബിയുടെയും ഇടയിലിരിക്കുന്ന ആൾ ആരാണ്? ഡി ആണ്. ഒരാളുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇവിടെ രണ്ടാൾ വേറെ ഇരിപ്പുണ്ട്, അത് ഇടതുവശത്തേക്കാണ്. ഇവിടെ ഒരാളുടെയാണ് ചോദിച്ചേക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇവിടെയാണ് നമുക്ക് വേണ്ട ഒരാൾ. അപ്പൊ എയുടെയും ബിയുടെയും ഇടയിലിരിക്കുന്ന ആള് ഡി ആണ്. ഡി സിറ്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഈ റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സ്ഥാന നിർണയത്തിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് റാങ്കിങ് ടെസ്റ്റ്, സ്ഥാന നിർണയത്തിന്റെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഓരോ പൊസിഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ കാണാനും, ഇനി ടോട്ടൽ നമ്പർ തന്നു ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നുള്ള ടോപ്പിൽ നിന്നോ ഡൗൺവേർഡ്സിൽ നിന്നോ നമുക്കൊരു പൊസിഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കാനും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ചെറിയ ഒരു എന്താ പറയുക ഇക്വേഷൻ ആയിരുന്നു. ചെറിയ എക്സാമ്പിൾസിലൂടെ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചേക്കുന്നതാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ കുറച്ച് മെന്റൽ എബിലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.